Hello learners, welcome to Sure Question Academy. Please watch the videos, like and subscribe to the channel. നമുക്ക് പ്രകാശവുമായി ബന്ധപ്പെട്ട ഈ ഭൗതികശാസ്ത്ര ചോദ്യം പരിശോധിക്കാം. ഒരു സിനിമാ പ്രൊജക്ടർ സെക്കൻഡിൽ 24 ഫ്രെയിമുകൾ എന്ന നിരക്കിൽ സ്ക്രീനിൽ കാണിക്കുന്നു. ചോദ്യം ഭാഗം എ. സിനിമയിലെ പോലെ ചലിക്കുന്ന ചിത്രങ്ങൾ കാണാൻ സഹായിക്കുന്ന കണ്ണിന്റെ പ്രത്യേകത എന്താണ്? ഈ പ്രത്യേകത ചലിക്കുന്ന ചിത്രങ്ങൾ കാണാൻ സഹായിക്കുന്നത് എങ്ങനെയെന്ന് വിശദമാക്കുക. നമുക്ക് ഭാഗം എയുടെ ഉത്തരം നോക്കാം. കണ്ണിന്റെ ഈ പ്രത്യേകതയാണ് വീക്ഷണസ്ഥിരത. നമ്മുടെ ദൃഷ്ടിമണ്ഡലത്തിൽ നിന്ന് ഒരു വസ്തുവിനെ പെട്ടെന്ന് മാറ്റിയാലും ആ വസ്തുവിനെക്കുറിച്ചുള്ള കാഴ്ചാനുഭവം ഒരു സെക്കൻഡിന്റെ 16 സമയത്തേക്ക് തങ്ങി നിൽക്കുന്നു. അതുകൊണ്ട് സെക്കൻഡിൽ 16 കൂടുതൽ ഫ്രെയിമുകൾ തുടർച്ചയായി കാണിച്ചാൽ അവ പരസ്പരം ലയിച്ച് തുടർച്ചയായ ചലനമായി അനുഭവപ്പെടുന്നു. ഈ താരതമ്യം ശ്രദ്ധിക്കൂ. സെക്കൻഡിൽ ഒരു ഫ്രെയിം എന്ന നിരക്കിൽ ബോളിന്റെ ചലനം തടസ്സപ്പെട്ടതായും ചിത്രങ്ങൾ വേറിട്ടും കാണപ്പെടുന്നു. വീക്ഷണസ്ഥിരതയുടെ പരിധിയായ 16 ഫ്രെയിമിൽ ചിത്രങ്ങൾ പരസ്പരം ലയിച്ചു തുടങ്ങുന്നു. സിനിമകളിൽ ഉപയോഗിക്കുന്ന 24 ഫ്രെയിം നിരക്കിൽ ചലനം തികച്ചും സുഗമമായി അനുഭവപ്പെടുന്നു, കാരണം ഓരോ ഫ്രെയിമും വേറിട്ട് തിരിച്ചറിയാൻ നമ്മുടെ തലച്ചോറിന് കഴിയില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭാഗം ബിയിലെ ചോദ്യത്തിന് ഉത്തരം നൽകാം. ചുവപ്പ്, പച്ച എന്നീ രണ്ട് പ്രാഥമിക വർണ്ണങ്ങൾ സ്ക്രീനിൽ ഒത്തുചേർന്നാൽ ഉണ്ടാകുന്ന ദ്വിതീയ വർണ്ണം ഏതാണ്? ഈ ദ്വിതീയ വർണ്ണത്തിന്റെ പൂരകവർണ്ണം ഏതാണ്? കാരണം വ്യക്തമാക്കുക. നമുക്ക് ഭാഗം ബി പരിഹരിക്കാം. ചുവപ്പും പച്ചയും ചേർന്നാൽ ഉണ്ടാകുന്ന ദ്വിതീയ വർണ്ണമാണ് മഞ്ഞ. മഞ്ഞയുടെ പൂരകവർണ്ണമാണ് നീല. കാരണം ഒരു ദ്വിതീയ വർണ്ണമായ മഞ്ഞയും ഒരു പ്രാഥമിക വർണ്ണമായ നീലയും ചേരുമ്പോൾ ധവളപ്രകാശം ലഭിക്കുന്നു. ഇത്തരം വർണ്ണജോഡികളെ പൂരകവർണ്ണങ്ങൾ എന്ന് വിളിക്കുന്നു. ഈ ചിത്രത്തിൽ കാണുന്നതുപോലെ ചുവപ്പും പച്ചയും ചേർന്നാൽ മഞ്ഞ ലഭിക്കും. ഇതിലേക്ക് പൂരകവർണ്ണമായ നീല കൂടെ ചേരുമ്പോൾ ധവളപ്രകാശം ഉണ്ടാകുന്നു. നന്ദി. ഹാപ്പി ലേണിംഗ്.